ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് കിച്ചൺ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മിക്സ്ഡ് ഫ്രൂട്ട് പായസമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നട്സും ഉണക്കമുന്തിരിയും കയ്യിലുള്ള മറ്റ് നട്സും ഇട്ട് വറുത്ത് കോരി മാറ്റാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്സും ഉപയോഗിക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബനാന, ആപ്പിള്, മുന്തിരി ഇത് മൂന്നുമാണ് ചേർക്കുന്നത്. മാങ്ങയുള്ള സീസണാണെങ്കിൽ അതും ചേർക്കാം. പൈനാപ്പിളും പപ്പായും ചേർക്കരുത്. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി പായസം തയ്യാറാക്കാനുള്ള ഉരുളിയോ പാനോ എടുക്കാം. അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് ചൂടാക്കാനായി വെക്കാം. അപ്പോഴേക്കും ചൊവ്വരി വേവിച്ചെടുക്കാം. അതിനായി വേറൊരു പാൻ വെച്ച് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചൊവ്വരി വെള്ളത്തിൽ കഴുകി ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും ഒരു ബൗളിൽ 1/4 കപ്പ് പാലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. ഇനി അല്പം പാലിൽ ഒരു നുള്ളു കുങ്കുമപ്പൂ ഇട്ട് ഇളക്കി പാലിൽ ചേർത്ത് കൊടുക്കാം. ചൊവ്വരി വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടി പാലിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി കുറുകി വരുമ്പോൾ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അല്പം നേരം കൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറുത്ത് വെച്ച നട്സും ഉറുമാമ്പയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിക്സ്ഡ് ഫ്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.